ഉറങ്ങാനാ അച്യുത. മോനെ കണ്ടില്ല. ഞാൻ കണ്ടേ. വലിച്ച് ഇതുറങ്ങാനച്യുത. താഴെ വീണ കാലൊടിയും. ഈ കസേര വീണ അങ്ങനെ കാലൊടിയുന്ന? നിന്റെ കാലൊടിയുന്ന കാര്യമല്ല പറഞ്ഞത്, ആ കസേരയുടെ കാലൊടിയുന്ന്. ഒന്ന് പിടിച്ചേടാ, ഒന്ന് പിടിച്ചേ. അരമണിക്കൂർ നീണ്ട ഭജനയല്ലായിരുന്നോ? കാലേ മരവിച്ച് നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ. എനിക്കത് തന്നെ വേണം. എന്താ അച്യുത നിന്റെ മുഖത്ത് ഒരു വിഷമം പോലെ? ഓരോ വീട്ടിലെ കല്യാണം കഴിയുമ്പോ ഉള്ളിലൊരു ആദിയാ ചേട്ടാ. അതിന് നീ എന്തിനാടാ അച്യുത ഇങ്ങനെ കിടന്ന് ആദ്യ പിടിക്കേണ്ട കാര്യമുണ്ടോ? ഈ നാട്ടിലെ കല്യാണം മുഴുവൻ നീയാണോ നടത്തുന്നത്? എനിക്ക് 3 പെൺമക്കളാണല്ലോ. അത് എന്റെ കുറ്റമല്ലല്ലോ. നീ മര്യാദക്ക് കിടന്ന് ഉറങ്ങാഞ്ഞിട്ടല്ലേ? ഷീലയാണെ മരിച്ചും പോയി. ഇല്ലെങ്കിൽ പിള്ളേരെ എണ്ണം കൂടിയേനെ. എടാ, പിള്ളേരെ ദൈവം നമ്മളെ വളർത്താ ഏൽപ്പിക്കുന്നതാ. അവര് വലുതാകുമ്പോ അങ്ങേരെ തീരുമാനിക്കുക എന്താവണമെന്ന്. അതുപോലെ അത് നടക്കുകയും ചെയ്യും. അയ്യോ പാവം, മനസ്സറിയാതെ 5-6 പിള്ളേരെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ നീ നെഞ്ചെടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, നിന്റെ മൂത്ത പെണ്ണിന് എത്ര വയസ്സായി? 25 അപ്പൊ നീ ചെറുതിലെ തുടങ്ങിയല്ലേ? വല്ലവന്റെ കൂടി അവള് ചാടി പോകും മുമ്പ് ആരെങ്കിലും കൈ പിടിച്ച് കൊടുക്കാൻ നോക്ക്. എന്റെ മോളത്ര കാര്യമൊന്നും അല്ല. മോള് നിന്റെയാണോ? നിന്റെ സ്വഭാവം വെച്ച് ചാടിപ്പോവാനാ സാധ്യത. ആവശ്യമില്ലാതൊന്നും പറയല്ലേ. നീ എന്നാടി ചാട്ടം നിർത്തിയത്? ഈ നാട്ടുകാര് മുഴുവൻ വീടിന് മുന്നിൽ ക്യാമറ വെച്ചപ്പോഴല്ലയോ? ക്യാമറയോ? ക്യാമറ നിനക്ക് അറിഞ്ഞുകൂടല്ലേ? നിന്റെ കാലത്ത് കാണിച്ചേ. നല്ല കാലാണ്. മതിലുകൾ ചാടുന്നതിന് പകരം നീ ഹഡിലാണ് ചാടിയിരുന്നെങ്കിൽ ഈ കുടുംബത്ത് ഒരു വേൾഡ് റെക്കോർഡ് വന്നതിന് അവസരം പാഴാക്കി വന്ന് നിൽക്കുന്നു മരക്കഴുത. ഇനി ഈ കുടുംബത്തിൽ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. മതിൽ ചാട്ടം ഒരു മത്സരം ഇനവാക്കണം. നീ കപ്പും കൊണ്ടേ വരൂ. വെൽഡം മൈ ബോയ്. വേണ്ടതിലൊന്നും പറയരുതേ ഈ പാതിരാത്രി. രാത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർക്കുന്നത്. ഇന്നലെ രാത്രി അത്താഴമുട്ട് കഴിഞ്ഞപ്പോ നീയും കുരുമറ്റത്തെ സോമന്റെ ഭാര്യ വാസന്തി കൂടി ഇരുട്ടത്ത് ഏത്തവാടയുടെ മറവത്തിരുന്ന് എന്താ വാടാ കൂണുത്തത്? സോമന്റെ ഭാര്യ ഇവിടെ മറുകളുടെ പെണ്ണേ. മറുക അവള് തോട്ടി കുളിക്കുന്ന നേരത്തെ ഞാൻ കണ്ടിട്ടില്ലേ? നാട്ടുകാർ പറയുന്നതാണ്. ആര് പറഞ്ഞു വേണ്ടതിലൊക്കെ? അപ്പൊ മറുകില്ലേ? എന്നാ സുമതിക്കായിരിക്കും. തോന്നിയതായിരിക്കും. വയസ്സും പ്രായമൊക്കെ ആയില്ലേ? ആർക്കാടാ വയസ്സായത്? എടാ ആർക്കാണ് വയസ്സായെന്ന്? കണ്ണിന്റെ കാഴ്ചയും ചെവിക്ക് കേൾവിക്കുറൊക്കെ വരുമ്പോ ഇങ്ങനെ കാണാത്ത കണ്ടെന്നും കേൾക്കാത്ത കേട്ടെന്നും തോന്നും. എനിക്കൊരു കുഴപ്പമില്ല. ഇരുട്ടത്ത് ഏത്തമഴയുടെ മറവത്ത് മൂത്രമൊഴിക്കാരുന്ന എന്റെ മുതുകത്ത് ചവിട്ടിയല്ലേടാ 6 അടി പൊക്കമുള്ള വാസന്തിയുടെ കവളത്ത് നീ ഉമ്മ കൊടുത്തത്? അയ്യോ എന്നും പറഞ്ഞ് ഞാൻ കിടന്ന് പോയപ്പോ നീ അവളെ വിളിച്ചോണ്ട് ഓടിയില്ലേ? നിങ്ങൾ വന്നേ. നിന്റെ ഓട്ടത്തിന് എന്ത് സ്പീഡായിരുന്നടാ. അതാണ്. അത് ഞങ്ങള് വേറൊരു കാര്യം പറയുമ്പോൾ വാഴത്തോട്ടത്തിൽ ക്യാമറ ഇല്ലാഞ്ഞ നിങ്ങളുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ വേറൊരു കാര്യം നാട്ടുകാർ മുഴുവൻ കണ്ടേനെ. ചേട്ടൻ ഈ കാര്യം ആരോടും പറയരുത്. ചേട്ടനാണ് സത്യം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതെ, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നെ ഇനി ഒരു കല്യാണത്തിന് വേണ്ടി നിർബന്ധിക്കുക. സൗര്യക്കേട് കൊണ്ടാ, സ്നേഹം കൊണ്ടല്ല. അല്ല, ഞാൻ കിട്ടുന്നതിന് ചേട്ടൻ അസൂയ. അല്ല, എനിക്കിപ്പോ എത്ര വയസ്സായി? 65. ചിങ്ങം വന്നില്ലെങ്കിലോ? 65. ഇനി നീ കെട്ടാനൊന്നും പോകണ്ടടാ അച്യുത. ഇങ്ങനെ കാട്ടിക്കൊണ്ടങ്ങ് നടന്നാ മതി. അല്ല, ആടിയും പാടിയൊക്കെ നടന്നാ മതി എന്ന്. ചിലപ്പോ കരക്കാട് 5-6 ഏത്തവാഴക്കന്ന് നീ ചവിട്ടി പൊട്ടിക്കും. അത്രയല്ലേ ഉള്ളൂ. ആ സമയത്ത് നിനക്ക് എന്തൊരു ആരോഗ്യമായിരുന്നടാ. എന്റെ ഒരെണ്ണം നീ ചവിട്ടി പൊട്ടിച്ചില്ലേ? എന്റെ മുതുകത്തി 2 കുരു കൊണ്ടായിരുന്നു. അത് നീ ചവിട്ടി പൊട്ടിച്ചെന്ന്. അല്ല, ചേട്ടൻ അസൂയൊന്നും വേണ്ട. അതാ
അല്ലടാ, പിന്നെ നീ കാശ് കൊടുത്തിട്ട് പുസ്തകം വാങ്ങിച്ചിട്ട് കരക്കാർക്ക് മുഴുവൻ ഫ്രീ ആയി വായിക്കാൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? പുസ്തകം അറിയാൻ മേലാത്തവൻ സംബന്ധം ചെയ്യാൻ പോകുന്നു. എനിക്ക് വായിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കണ്ണിന് കാഴ്ച കുറവായതുകൊണ്ട് ചില അക്ഷരങ്ങൾ മനസ്സിലാവത്തില്ല. കണ്ണിന്റെ കാഴ്ചയൊക്കെ പോയോ? എവിടുന്ന്? ഞാൻ ഓപ്പറേഷൻ ചെയ്തില്ലേ തിമിരത്തിന്റെ. രണ്ടുപേർക്കും ഓരോ ഗ്ലാസ് ചായ ആയ കുഴപ്പമാവോ? എന്ത് കുഴപ്പം? എവിടുന്ന്? എനിക്ക് വേണ്ട, അച്യുതന് കൊടുക്ക്, അവന് ക്ഷീണം ഒന്നും മാറട്ടെ. മുന്നേ ഉള്ള ഞാൻ കുടിച്ചായിരുന്നേ, സുരേഷ് തന്ന്. സുരേഷ് എന്നത് ചായ അല്ലല്ലോ, ഞാൻ അറിഞ്ഞു. ഇന്നലെ പോയി രാത്രി ഈ ഒരു ചായ മാത്രം കുടിച്ചെന്ന് വിചാരിച്ച് ഉറങ്ങാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ ദാമോദരൻ ചേട്ടാ? കുഞ്ഞാഞ്ഞ ഉറങ്ങത്തൊന്നുമില്ല അല്ലേ കുഞ്ഞാഞ്ഞ? ഞാൻ ഉറങ്ങാതിരുന്നതേ നീ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പോകുന്നുണ്ടോന്ന് അറിയാനാ. ഞാൻ കണ്ട് നേരത്തെ ഇവിടുന്ന് ഉറങ്ങുന്നത്. ഓമന ഉൾപ്പെടെ എനിക്ക് 6 പെങ്ങാന്മാരായിരുന്നു. 6ന്റെയും കല്യാണം ഒരുപോലെ കണ്ണടയ്ക്കാതെ നടത്തി കൊടുത്തവനാ ഞാൻ. 5 പെങ്ങാന്മാരെക്കാളും ഇച്ചിരി സ്നേഹ കൂടുതൽ എനിക്ക് ഉള്ളവിടാ. അല്ലേടിയേ? അല്ല, പെണ്ണൊക്കെ കാലത്ത് ഇടം ഉണ്ടായിരുന്നോടി? കിടത്തിയല്ലേ പറ്റൂ. നീ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കുകയല്ലേ? ആ പാടത്തോട്ടത്തി 2 ട്യൂബ് കൂടി വെച്ച് കെട്ടാമായിരുന്നു, അല്ലേടാ അച്യുത? ഞാൻ സുരേഷോട് പറയാം. ഇനി കെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? അമ്മാവൻ മോശമില്ലല്ലോ. എവിടെ പോണ് തള്ളിക്കേറിക്കൊണ്ട്? അവിടെ ഇന്നലെ രാത്രി പെണ്ണുങ്ങൾ എന്തോ ഒരു ചെറിയ കളിയായിരുന്നു. കിട്ടാത്ത മുന്തിരി പുളിക്കും. എല്ലാവരും ഒത്തുകൂടുന്നതേ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലല്ലേ. വർത്താനം പറഞ്ഞു തീരാൻ ഒരു രാത്രിയോടെ ഇരുട്ടു പോരാ. അവര് പറയട്ടേടി ഓമനെ, മറ്റുള്ളവരുടെ പരാതിയും പരിഭവവും സങ്കടവും ദേഷ്യമൊക്കെ പറഞ്ഞു തീർക്കാനും പരിചയം പുതുക്കാനും വേണ്ടിയല്ലേ ഓരോ കുടുംബത്തും ഇങ്ങനെയുള്ള വിവാഹവും ചടങ്ങുകളും ഒക്കെ. ആ പറഞ്ഞത് സത്യോ? ആന്നോ? അല്ലാതെ ഏത്തവാഴ കന്ന് ചവിട്ടിപ്പൊട്ടിക്കാനല്ല. അല്ല, അശോകനെ കണ്ടില്ലോടി? അതാ ഞാൻ നോക്കുന്നത്. ഈ ചെറുക്കൻ എന്താ വരാത്തത്? ഇനി നാടകം തീരാൻ വൈകിയോ? കല്യാണം കഴിഞ്ഞ അവരെ വേറെ ജോലിക്ക് പോകാൻ ഇതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന്. കണ്ണി കണ്ട പള്ളിപ്പറമ്പിലും അമ്പലപ്പറമ്പിലും തുള്ളിക്കടിച്ച് ജീവിതം കളയാം, അത്ര തന്നെ. ഞാൻ എത്ര പറഞ്ഞില്ല, ആ ചെറുക്കൻ കേൾക്കില്ല. ആ ചെറുക്കന് വലുത് അവന് നാടകമാണ്. വേണമെങ്കിൽ അവൻ കല്യാണം വേണ്ടെന്ന് വെക്കാം. എത്ര നിർബന്ധിച്ചിട്ടാണെന്നറിയാവോ അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? കൊട്ടിയും പാടിയും കിട്ടുന്ന കാശി തിന്നും കുടിച്ച് തീരത്തേ ഉള്ളു, അല്ലേടാ അച്യുത? എന്റെ അശോകൻ അങ്ങനെയുള്ളവനല്ല. എനിക്കറിയാൻ മേലേടി. 10 രൂപ എങ്ങനെ കൈ പിടിക്കണമെന്നും അവന് നന്നായിട്ട് അറിയാം. അവന്റെ മൂത്തവൻ കെട്ടി അവനവന്റെ പാട് നോക്കി പോയില്ലേ? ഈ കുടുംബത്തേക്ക് ഇതുവരെയായിട്ട് അവനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പണിയെടുക്കാൻ പ്രാപ്തിയായ കാലം മുതൽ എൻ്റെ അശോകനാ ഈ വീട് നോക്കുന്നത്. ഒരു കുറവുമില്ലാതെ എന്നെയും അവന്റെ ഇളയവനെയും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുന്നതും എൻ്റെ അശോകനാ. ഈ പറഞ്ഞത് സത്യോ? അശോകനെ പോലെ കുടുംബകാരി നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കരയിൽ വേറെ കാണില്ല. ഒരുപക്ഷെ അവന്റെ ജീവിതം ഒരു പെണ്ണിന് പങ്കിട്ട് പോയാൽ അവന് ഞങ്ങളുള്ള സ്നേഹം കുറഞ്ഞിട്ടാലോ എന്ന് കരുതിയായിരിക്കും ഈ പ്രായത്തിൽ പോലും അവനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്. അല്ലേലും അവൻ നല്ലവനാ. എപ്പോ കണ്ടാലും ഒരു 500 രൂപ എനിക്ക് ദക്ഷിണ തന്ന് അനുഗ്രഹം മേടിക്കാറുണ്ട്. എൻ്റെ കുഞ്ഞിനൊരു ജീവിതം വേണം. അവന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ ഞാൻ നേരാത്ത വഴിപാടുകളില്ല. ഇപ്പഴാ ദൈവം എന്റെ വിളി കേട്ടത്. ഇഡലി സാമ്പാറൊക്കെ ശരിയായോ? എന്നതാടാ സുരേഷേ? ചാരായമാണെങ്കിൽ എനിക്കിനി വേണ്ട, ഇനി കുടിച്ചാൽ ശരിയാവത്തില്ല. അശോകന്റെ കയ്യിൽ നിന്ന് ദക്ഷിണ വാങ്ങാനുള്ളതാ. ചെറുക്കനെ അനുഗ്രഹിക്കുമ്പോ ചാരായം മണക്കും. ഇതല്ലെന്ന് പിന്നെ രസമാ. ഉപ്പൊന്ന് നോക്കിയ ഇന്നലെ സാമ്പാറിന് ഉപ്പില്ലെന്നും പറഞ്ഞ അമ്മാവൻ അലമ്പുണ്ടാക്കി. അതുകൊണ്ട് അമ്മാവൻ തന്നെ രുചിച്ചൊരഭിപ്രായം. ചൂടുണ്ടോടാ? നല്ല ചൂടാ. അവന്റെ അണ്ണാക്കിലേക്ക് അത് ഒഴിക്കും. എങ്ങനെയുണ്ട്? ഇതെന്തോ സാധനമാടാ? ഉപ്പുമില്ല, പുളിയില്ല. കൊറേ വെള്ളം ചൂടാക്കി കൊണ്ട് വന്നിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, 10,000-30,000 പോയാലും വേണ്ടിയില്ല ശ്രീധരൻ പോറ്റിയെ പാചകൽപ്പിക്കാൻ.
അപ്പോ എന്റെ അനിയനും കൂട്ടുകാരും വെച്ച് വിളമ്പിക്കോളൂന്ന് അശോകൻ. ഇപ്പൊ എങ്ങായി പാത്രം കഴുകിയ വെള്ളം പോലെ കുറെ സാമ്പാറും ചീനി വെട്ടിപ്പിടിങ്ങി വെച്ച പോലെ കുറെ അവിയലും ഒന്നും നാരി വെക്കാൻ കൊള്ളത്തില്ല. ആ ശ്രീധരം പോറ്റി ആയിരുന്നെങ്കിൽ നല്ല കമ്മീഷൻ കിട്ടുമായിരുന്നു അല്ലേ? ചിറ്റപ്പ ചിറ്റപ്പനെ നോക്കി ഇനിയിപ്പൊ ചിറ്റപ്പൻ നോക്കാത്ത കുഴപ്പമില്ല. എങ്ങനെയുണ്ടാ എരിവും പുളിയും ഉപ്പും പാകത്തിനുണ്ട്. അല്ലെങ്കിൽ നീ എരിവും പുളി ഇല്ലാത്തടത്ത് ഉണ്ടാക്കുന്ന ആളാണല്ലോ. നിനക്ക് വെന്തതായാലും വേവാത്തതായാലും ചത്തതും ചീനൊക്കെ ഒരുപോലെ. അമ്മാവന് ഭക്ഷണത്തിന് രുചിയില്ല, അതല്ല പ്രശ്നം. അതിനൊരു വഴി. എന്ത് വഴിയാ മക്കളെ? അത് പിന്നെ പറയാം. മക്കളെ വായിക്ക് രുചിയാക്കി അമ്മാവൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കുറെ കാലായി ഒന്ന് പറയടാ. 3 രൂപ മുടക്കി ഒരു ടങ് ക്ലീനർ വാങ്ങി നാക്ക് നന്നായി ഓടിച്ചാൽ മതി, സംഗതി ഒക്കെ സെറ്റ് ആവും. വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒരു കാര്യം വെറുതെ വടി കൊടുത്ത് അടി മേടിച്ച്. എവിടെ ഗോമതി? എവിടെ ഗോമതി? ഏത് ഗോമതി? പോയി മോശം ഒക്കെ പിടിച്ചോണ്ട് വരുന്നത് ഗോമതി. എന്റെ സമയം വളരെ മോശം. ചെക്കൻ വരുന്നുണ്ട്. ഏത് ചെക്കനാ? നമ്മൾ അശോകനാ. അശോകനാ? 2 കൊടുക്ക. ഞാൻ എന്താണ് ഇത്ര വൈകിയത്? വരുന്ന വഴി പുഴയിൽ നിന്ന് കിട്ടിയതാ. പുഴയിന്ന് പിടിച്ചോണ്ട് വരാൻ ഇവിടത്തെ പാടാ മത്സ്യകന്യകയോ? അച്യുതോ എന്തോ കുരുക്കൊണ്ട് കേട്ടോ. അശോക സത്യം പറയാ, ഇവളേതാ? എനിക്കറിയില്ല, എന്റെ ആരുമല്ല, അമ്മയാണ് സത്യം. കല്യാണ ദിവസം രാവിലെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ നിന്റെ ആര് വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ വിശ്വസിക്കേണ്ടത്? ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണോടാ? നിനക്ക് ഇങ്ങനെ തമാശയായി കാണാൻ? അമ്മാവ, ഈ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. മുങ്ങിച്ചാകാൻ പോകുന്നൊരു ജീവനെ കൈപിടിച്ച് കരയിലെത്തിച്ചു, അത്രയേ ഉള്ളൂ. അത് കള്ളം. ചേട്ടൻ ഈ കല്യാണ രാത്രി തന്നെ ഈ പെണ്ണ് ചാകാൻ വേണ്ടി ഈ പുഴയിൽ ചാടേണ്ട കാര്യമുണ്ടായിരുന്നോ? സംഗതി ആകെ നാറും. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആരും അറിയാതെ ഞാൻ കൊണ്ടുപോയി വിടാം. നീ എന്താ ഈ പറയുന്നത്? ആറ്റിലും കാട്ടിലും കൊണ്ടുപോയി കളയാൻ ഇതെന്താ വല്ല പട്ടിയോ പൂച്ചയാണോ? മക്കളെ, നമ്മുടെ കുടുംബത്തിന് മാനമില്ലാണോ നമുക്ക് വലുത്? അപ്പൊ ഒരു പെണ്ണിന്റെ ജീവന് ഒരു വിലയുമില്ലേ അമ്മേ? സംഗതി ഇത് മാറ്റാതാ. എന്തോന്ന് പ്രേമം? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇവൻ പ്രേമിച്ച് ഇവക്ക് വയറ്റിലുണ്ടാക്കിയിട്ട് വേറെ കെട്ടാൻ പോയാണെന്ന് അറിഞ്ഞപ്പോ ഇവിടെ ആറ്റിൽ ചാടി ചാകാൻ വന്ന ആരാണ് വഴി. ചിറ്റമ്മ, വേണ്ടാതീനം പറയരുത്. അല്ലെങ്കിൽ പിന്നെ ഈ രാത്രി നിന്റെ മുമ്പില് ഈ കടമ്പറയാറ്റി ഇവിടെ എന്തിനു ചാടി ചാകാൻ വന്നു? ഇവിടെ പുഴയിൽ വേറെ സ്ഥലമില്ലടാ. സത്യം പറയാടി, നിനക്ക് വയറ്റിലുണ്ടോ? ഉണ്ട്. ദൈവമേ, എങ്ങനെയുണ്ട്? ഓ, എന്റെ അശോകൻ അങ്ങനെയുള്ളവനാ ഇങ്ങനെയുള്ളവനാന്ന് പറഞ്ഞ് നീ ചെറുക്കനെ വളച്ച് വഷളാക്കി. അനുഭവിച്ചോടി, നീ അനുഭവിച്ചോ? അമ്മേ, ഞാനിവളെ കൊണ്ടുപോയി കളയാന്ന് പറഞ്ഞപ്പോ തടസ്സം നിന്നതിന്റെ കാരണം മനസ്സിലായില്ലേ? ഇത്രയും നാള് നിങ്ങൾ എന്റെ ജ്യേഷ്ഠനാന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമായിരുന്നു. ഞങ്ങളെല്ലാവരും നാണം കെടുത്തിയ നിങ്ങളോട് എനിക്ക് വെറുപ്പാ. രണ്ട് കുടുംബങ്ങളുടെ മാനത്തിനും മണവാട്ടിയാകാൻ ഒരുങ്ങി നിൽക്കുന്നൊരു പെണ്ണിന്റെ ജീവിതത്തിനും ആര് സമാധാനം പറയും? ഇപ്പൊ ഈ നിമിഷം നീ ഇവിടെ കുടുംബത്തിൽ ഇറക്കണം. അമ്മേ, എനിക്കിങ്ങനെ ഒരു മോനില്ല. ഈ വീടുമായോ ഞങ്ങളുമായോ എനിക്ക് യാതൊരു ബന്ധവുമില്ല. അമ്മേ, ഞാൻ ചത്ത എനിക്ക് വായിക്കരിയിടാൻ പോലും ഇവ
ഇവരെ ഈ മുറ്റത്ത് കാല് കുത്താൻ അനുവദിക്കരുത്. എന്തിനാടാ ഈ കുടുംബത്തെ നീ ഇങ്ങനെ ദ്രോഹിച്ചത്? നീ കൂടെ പിടിക്കത്തില്ലടാ. എന്റെ അമ്മ തന്നെ ഇതൊക്കെ പറയണം. രാവ് പകലാക്കി നിങ്ങളെയൊക്കെ ഊട്ടി ഉറക്കിയതിന്റെ കൂലി. ഇപ്പോ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാനൊരു വൃത്തികെട്ടവൻ. എന്റെ സത്യത്തെ നിങ്ങൾ വിശ്വസിക്കണ്ട. എന്റെ മനസാക്ഷിയെ, ഞാൻ വിശ്വസിച്ച എന്റെ ദൈവത്തെ, എന്റെ അമ്മയെ ഞാൻ ചതിച്ചിട്ടില്ല. എനിക്ക് എന്റെ ജീവിതത്തെക്കാൾ വലുത് കടമ്പറയാറ്റിൽ നിന്നും ഞാൻ മുങ്ങിയെടുത്ത 2 ജീവനുകളാണ്. സത്യമെന്നായാലും മറഞ്ഞേക്ക് പുറത്തു വരാതിരിക്കില്ല. അതുവരെ നിങ്ങൾ എനിക്ക് തുന്നിത്തന്ന വെറുക്കപ്പെട്ടവന്റെ കുപ്പായം അണിഞ്ഞോളാം ഞാൻ. കല്യാണം മുടങ്ങിയതിന്റെ കാരണം അന്വേഷിക്കുന്ന കരക്കാരോട് കല്യാണ ചെക്കൻ കടമ്പറയാറ്റിൽ മുങ്ങിച്ചത്തെന്ന് പറഞ്ഞോളാം ഞാൻ. ഇരുൾ വീഴുമിടനാഴിയിൽ നിഴലുകളാടുന്നു. ഇരുൾ വീഴുമിടനാഴിയിൽ നിഴലുകളാടുന്നു. മോഹങ്ങൾ മുള പൊട്ടി ഇതൾ നീട്ടി വിടരുമ്പോഴും ഇരുൾ വീഴുമിടനാഴിയിൽ നിഴലുകളാടുന്നു. ഇരുൾ വീഴുമിടനാഴിയിൽ നിഴലുകളാടുന്നു. വിജനമി പാതയിലൂടെ വഴി തെറ്റിയലയുന്ന നേരം, വിജനമി പാതയിലൂടെ വഴി തെറ്റിയലയുന്ന നേരം, തെളിയുമോ ദൂരെ കിരണം, നിലാവിൻ്റെ പൊൻകിരണം, ആശാനിലാവിൻ്റെ പൊൻകിരണം. ഇരുൾ വീഴുമിടനാഴിയിൽ നിഴലുകളാടുന്നു. യവന മണ്ണിന്റെ ഗന്ധം നുകർന്നുകൊണ്ടിവിടെ ആദ്യം പിറന്നതാണീ കല. നാടകം